السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ഹിഷാം അത്താഹിരി ഹഫിളഹുല്ല ക്രോഡീകരിച്ച കിതാബുൽ അർബഈൻ അൽ ഈമാനിയ എന്ന ഹദീസ് ഗ്രന്ഥമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഈമാനുമായി ബന്ധപ്പെട്ട 40 ഹദീസുകളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. അതിൽ ഒന്നാമത്തെ ഹദീസ് ഇഖ്ലാസുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അൻ അൽകമത ബിൻ വഖാസിൻ റഹ്മത്തുള്ളാഹി അലൈഹി ഖാൽ സമിഅ്തു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖ്തുബ് ഖാല സമിഅ്തു അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ യാ അയ്യുഹൻ നാസ് ഇന്നമൽ അഅമാലു ബിന്നിയ്യ വ ഇന്നമാ ലിംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ ഹാജറ ഇലാ ദുനിയാ യുസീബുഹാ ഔ ഇംറഅത്തിൻ യതസവ്വജുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി റവാഹുൽ ബുഖാരിയു വ മുസ്ലിമുൻ നഹ്വ. അൽകമത്ത് ബിൻ വഖാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുതുബ പറയുന്നത് ഞാൻ കേട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സമിഅ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യാ അയ്യുഹൻ നാസ്, ഹോ ജനങ്ങളെ, ഇന്നമൽ അഅമാലു ബിന്നിയ്യ, തീർച്ചയായും കർമ്മങ്ങൾ നിയ്യത്തനുസരിച്ചാണ്. വ ഇന്നമാ ലിംറിഇൻ മാ നവ, തീർച്ചയായും ഓരോ വ്യക്തിക്കുമുള്ളത് അവൻ കരുതിയതാണ്, അവൻ നിയ്യത്ത് വെച്ചതാണ്. ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആയതിനാൽ ആരുടെയെങ്കിലും ഹിജ്റ, പലായനം അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമായാൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കുമാണ്. വമൻ ഹാജറ ഇലാ ദുനിയാ യുസീബുഹാ ഔ ഇംറഅത്തിൻ യതസവ്വജുഹാ, ഇനി ആരുടെയെങ്കിലും ആരെങ്കിലും ഹിജ്റ പോയത് എന്തെങ്കിലും ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ്റെ ഹിജ്റ അവൻ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ പോയത് അതിനുള്ളതാണ് എന്ന്. ഏറെ പ്രാധാന്യമുള്ള ഇസ്ലാമിൻ്റെ അടിത്തറകളിൽപ്പെട്ട ഒന്ന് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച ഹദീസിൽപ്പെട്ട ഒരു ഹദീസാണ് നാം ഈ വായിച്ച ഹദീസ്. പണ്ഡിതന്മാർ പറയുന്നത് 2 ഹദീസുകൾ കർമ്മങ്ങളുടെ മീസാനാണ്. ഒന്ന് ആന്തരികമായ കർമ്മങ്ങളുടെ മീസാൻ, ഹൃദയം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ മീസാൻ, അത് ഈ ഹദീസാണ്. ഇന്നമൽ അഅമാലു ബിന്നിയ്യ എന്ന ഈ ഹദീസ് നമ്മുടെ ഹൃദയത്തിൻ്റെ കർമ്മങ്ങളെ അളക്കാനുള്ള ഹദീസാണ്. രണ്ടാമത്തേത് ബാഹ്യമായ കർമ്മങ്ങളെ അളക്കാനുള്ള ഹദീസ്. അതേതാണ്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഈ ദീനിൽ പുതുതായി വല്ലതും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന ഹദീസ്. 2 ഹദീസുകൾ, ഒന്ന് ആന്തരികമായ കാര്യങ്ങൾ അളക്കാനുള്ളതും 2 ബാഹ്യമായ കാര്യങ്ങളെ അളക്കാനുള്ളതുമാണ് എന്നാണ്. ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിളിച്ചിട്ട് മൊത്തത്തിൽ പറയുകയാണ്, യാ അയ്യുഹൻ നാസ്, ഹോ ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ, ഇന്നമൽ അഅമാലു ബിന്നിയ്യ, തീർച്ചയായും കർമ്മങ്ങൾ നിയ്യത്തനുസരിച്ചാണ്. വ ഇന്നമാ ലിംറിഇൻ മാ നവ, തീർച്ചയായും ഓരോ മനുഷ്യർക്കും അവർ കരുതിയതുണ്ട് എന്ന്.
ഈ ഹദീസ് ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ടത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് മിമ്പറിൽ വെച്ചാണ് പറയുന്നത്. ജനങ്ങളോടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് വിശദീകരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി നമുക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ ഒന്ന് വിശദീകരിക്കാം. ഇൻഷാ അല്ലാഹ് ഓരോ ഹദീസും ശർഹ് ചെയ്യുമ്പോൾ ആ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബിയെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ ഒന്ന് വിശദീകരിക്കും, സഹാബാക്കളെ സംബന്ധിച്ചൊരു പരിചയമുണ്ടാകാൻ. ഓരോ ഹദീസ് പഠിക്കുമ്പോഴും ഓരോ സഹാബാക്കളെ സംബന്ധിച്ച് ചെറുതായി വിശദീകരിച്ചാൽ നമുക്ക് സഹാബാക്കളെ കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ ഉണ്ടാകും. ഉമർ റളിയല്ലാഹു തആല അൻഹു അറിയപ്പെടുന്നത് അബൂ ഹഫ്സ് എന്ന അപരനാമത്തിലാണ്. അബൂ ഹഫ്സ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അബൂ ഹഫ്സ് എന്ന് പേരിട്ടത്. അദ്ദേഹം ധീരനായതിൻ്റെ പേരിൽ, സിംഹത്തിൻ്റെ ഉപ്പ, അബൂ ഹഫ്സ് എന്ന പേര്. ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ, ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പൂർണ്ണമായ പേര്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഉപ്പാന്റെ പേര് അൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ ഇബ്നു അബ്ദുൽ ഇസ്സ അൽ ഖുറശി അൽ അദവി, ഖുറൈശി തറവാട്ടുകാരനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് ഖലീഫക്ക് ആദ്യമായി നിശ്ചയിച്ച ആൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അമീറുൽ മുഅ്മിനീൻ എന്ന വിളിയില്ല, ഖലീഫത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖലീഫ എന്ന വിളിയായിരുന്നു. പിന്നീട് അത് അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ലീഡർ എന്ന പേര് ഖലീഫക്ക് നിശ്ചയിച്ചത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമത്തെ ഖലീഫയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത 4 സഹാബാക്കളിൽ രണ്ടാമത്തെ ആളാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. ഒന്നാമത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ആള് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മൂന്നാമത്തേത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, നാലാമത്തേത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 23-ാമത്തെ വർഷം ഒരു ദുൽഹിജ്ജയിലാണ് ഷഹീദാകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അബുൽ ഉലുഅ എന്ന് പറയുന്ന ഒരു മജൂസി അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം ഉമർ റളിയല്ലാഹു അൻഹു നിർവഹിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് സുബ്ഹി നിസ്കാരത്തിൽ ആദ്യ സഫിൽ വന്ന് നിൽക്കുകയും ഉമർ റളിയല്ലാഹു തആല അൻഹു ഇമാമായി നിൽക്കുന്ന വേളയിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ പിന്നിൽ നിന്ന് കുത്തി കൊല്ലുകയാണ് ചെയ്തത്. ഉമർ റളിയല്ലാഹു തആല അൻഹു 10 വർഷമാണ് രാജ്യം ഭരിച്ചത്. 10 വർഷവും 5 മാസവും, ചില പണ്ഡിതന്മാർ പറയുന്നത് 6 മാസം എന്നും. ഉമർ റളിയല്ലാഹു തആല അൻഹു പേരപ്പെട്ട സഹാബാക്കളിൽ ഒരാളാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കളിൽ ഒരാളാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, ഉമർ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെട്ട പല വിഷയങ്ങളിലും അള്ളാഹു യോജിച്ചിട്ടുണ്ട് എന്നതാണ്. ചില പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാകുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ അഭിപ്രായത്തോട് അള്ളാഹു യോജിച്ചിട്ടുണ്ട് ധാരാളം വിഷയങ്ങളിൽ. അത് വളരെ പ്രധാനപ്പെട്ട 4 എണ്ണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഒന്ന്, മഖാമു ഇബ്രാഹീമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത്, സലാത്തു ഖൽഫ മഖാം ഇബ്രാഹിം. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നും നിസ്കരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു തആല അൻഹു പങ്കുവച്ചു, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കണമെന്ന്, ഇബ്രാഹിം നബിയോടുള്ള ഇഷ്ടം കാരണത്താൽ. ആ സന്ദർഭത്തിലാണ് സൂറത്തുൽ ബഖറയിലെ ആയത്തിറങ്ങുന്നത്, വൈദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസ്, നാം ഈ കഅബയെ ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു സങ്കേതമാക്കി, വഅംനൻ, നിർഭയത്വമുള്ള ഒരു സങ്കേതമാക്കി, നിർഭയത്വമാക്കി ഈ മക്കയെ, ഈ കഅബയെ, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, നിങ്ങൾ മഖാം ഇബ്രാഹിമിനെ നിസ്കരിക്കാനുള്ള സ്ഥലമാക്കുക എന്ന് അള്ളാഹു കൽപ്പിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ ആശയ ഇഷ്ടത്തെ
പരിഗണിച്ചുകൊണ്ട് അള്ളാഹു ആയത്തിറക്കി വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന്. അള്ളാഹു ഒരു വ്യക്തിയോട് യോജിക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ വലിയ ദർജയാണ്, വലിയ ശ്രേഷ്ഠതയാണ്. രണ്ടാമത്തെ കാര്യം, ഹിജാബിന്റെ ആയത്തിറങ്ങിയത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായത്തോട് യോജിച്ചിട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ദീനിന്റെ വിഷയത്തിൽ കണിശതയുള്ള ആളായിരുന്നു. സ്വന്തത്തിൽ കണിശതയുള്ളതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വിഷയത്തിലും മുഅ്മിനീങ്ങളുടെ വിഷയത്തിലൊക്കെ ഗൈറത്തുള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു, കണിശതയുള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോട് ഹിജാബ് ധരിക്കാൻ വേണ്ടി പറയണം. അവരോട് മറ്റുള്ളവർ മോശമായ രീതിയിൽ പെരുമാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾ അവരോട് ഹിജാബ് ധരിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. ഉമർ റളിയല്ലാഹു അൻഹു സ്ത്രീകളെ ഏറെ ബഹുമാനിക്കുന്ന ആളാണ്. സ്ത്രീകൾക്ക് സ്ഥാനമുണ്ട്, മഹത്വമുണ്ട് എന്ന് അംഗീകരിക്കുന്ന ആളാണ്. അവർക്ക് പവിത്രതയുണ്ട്, അവർ എല്ലാവരാലും അവഹേളിക്കപ്പെടേണ്ടവരല്ല എന്ന അഭിപ്രായക്കാരനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വിഷയത്തിൽ ഈ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ ഒരു ആയത്തിറക്കി. അള്ളാഹു പറഞ്ഞു സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ദാലിക അദ്ന അൻ യുഅറഫ്ന ഫലാ യുദൈൻ വ കാന അല്ലാഹു ഗഫൂറർ റഹീമ. ഓ പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോട് പറയണം, ഖുൽ ലി അസ്വാജിക, ഭാര്യമാരോട് പറയണം, വ ബനാതിക, നിങ്ങളുടെ പെൺമക്കളോടും പറയണം, വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭാര്യമാരോടും പെണ്ണുങ്ങളോടും പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ ജിൽബാബിൽ നിന്നും, അവരുടെ വസ്ത്രത്തിന്റെ മേലെ ധരിക്കുന്ന വസ്ത്രത്തിനാണ് ജിൽബാബ് എന്ന് പറയുക, അത് അവരുടെ മേലെ ഇടാൻ വേണ്ടിയിട്ട് പറയണം. ദാലിക അദ്നാ അൻ യുഅറഫ്ന, അത് മുഅ്മിനീങ്ങളായ സ്ത്രീകൾ അറിയപ്പെടാൻ കാരണമാകും. അറിയപ്പെടാൻ കാരണമാകും എന്ന് പറഞ്ഞാൽ ഹിജാബ് ധരിച്ച സ്ത്രീകളെ കണ്ടാൽ അത് മുഅ്മിനത്തായ സ്ത്രീയാണ്, സിനെ ആഗ്രഹിക്കാത്ത പെണ്ണാണ്, പവിത്രതയുള്ള പെണ്ണാണ് എന്ന് ആൾക്കാർ തിരിച്ചറിയും. അവിടെ അടുത്തേക്ക് പോകണ്ട. ഫലാ യുദൈൻ, അങ്ങനെ അവർ ഉപദ്രവിക്കപ്പെടുകയില്ല. വകാന അല്ലാഹു ഗഫൂറൻ റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്ന ആളും കരുണയുള്ള ആളുമാണ് എന്ന ആയത്തിറങ്ങി. ഹിജാബിന്റെ ആയത്തിറങ്ങാനുള്ള കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്. സ്ത്രീകൾ മുഖം മറക്കുക എന്നുള്ളത്, ശരീരം മുഴുവനും മറക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. സ്ത്രീകൾ മുഖം മറക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് സ്ത്രീകൾ മുഖം മറക്കൽ വാജിബാണ്. ധാരാളം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ്. പല മുഹക്കിക്കുകളായ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ്, സ്ത്രീ മുഖം മറക്കൽ വാജിബാണ്. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മുഖം മറക്കൽ വാജിബല്ല, സുന്നത്ത് മാത്രമാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് സ്ത്രീ മുഖം മറക്കൽ വാജിബാണോ സുന്നത്താണോ എന്ന വിഷയത്തിലാണ്. എന്നാൽ ചില ദേഹേശക്കാരായ ആൾക്കാർ പറയാറുണ്ട് മുഖം മറക്കുക എന്നുള്ളത് ദീനേ അല്ല. വിവരമില്ലാത്തതിന്റെ പേരിൽ, ദീനെ സംബന്ധിച്ചിട്ടുള്ള അറിവില്ലാത്തതിന്റെ പേരിൽ വിവരക്കേടുകൾ പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. മുഖം മറക്കുക എന്നുള്ളത് ദീനേ അല്ല എന്നുള്ളത് അവർ പറയുക. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം എന്താണ്? വാജിബാണോ സുന്നത്താണോ? വാജിബായാലും സുന്നത്തായാലും ദീനാണ്. എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് സ്ത്രീ മുഖം മറക്കൽ എന്ന് പറയുന്നവർ പറയാത്ത രണ്ട് മസലയുണ്ട്. പൊതുവെ പ്രഭാഷകന്മാരോ ഈ വിഷയം സംസാരിക്കുന്നവരോ പറയാത്ത രണ്ട് മസല, അതായത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത, ഏകാഭിപ്രായമുള്ള എന്നല്ല, പണ്ഡിതന്മാർ ഇജ്മാ ഉള്ള മസല, രണ്ട് മസല. ഒന്ന്, സ്ത്രീകൾക്ക് മുഖം മറക്കലാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠകരം സ്ത്രീകൾ മുഖം മറക്കലാണ് എന്ന വിഷയം ഇജ്മാ ആണ്. പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമില്ല. സ്ത്രീകൾ മുഖം മറക്കലാണ് അഫ്ളൽ എന്ന വിഷയത്തിൽ.
രണ്ടാമത്തേത് മുഖം മറക്കുക എന്നത് ദീനാണ്, അത് ദീനിൽപ്പെട്ടതാണ്. ഈ രണ്ട് മസല ഇജ്മാ ഉള്ള മസലയാണ്. പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ള മസല എവിടെയുള്ളൂ? വാജിബാണോ സുന്നത്താണോ എന്ന വിഷയത്തിലാണ്. സ്ത്രീകൾ മുഖം മറക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ, അത് ദീനാണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. എല്ലാവരും പറയും സ്ത്രീ മുഖം മറക്കലാണ് വേണ്ടത്. ചിലർ പറയുന്നു വാജിബാണ്, എന്തായാലും മറക്കണം. മറ്റു ചിലർ പറയുന്നു സുന്നത്താണ്, ദീനാണ് എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായമില്ല. അഫ്ദലാണെന്ന വിഷയത്തിലും രണ്ടഭിപ്രായമില്ല. ഈ രണ്ട് മസലയിൽ ഉലമാക്കൾ ഇജ്മാ ആണ്. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംസാരമാണ്. മൂന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നമുക്ക് ചെലവ് കൂട്ടണം, ഇപ്പം തരുന്ന ചെലവ് പോരാ, കുറച്ചും കൂടെ അധികം വേണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിക്കെതിരെ രംഗത്തിറങ്ങി. അതായത് എതിരെ കൊണ്ട് ഉദ്ദേശിച്ചത് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ അവരോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖുൽതു ലഹുന്ന അസാ റബ്ബുഹു ഇൻ തല്ലകകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന. പ്രവാചകരെങ്ങാനും നിങ്ങളെ തലാക്ക് ചൊല്ലിയാൽ നിങ്ങളെക്കാൾ ഖൈറായ ഭാര്യമാരെ അള്ളാഹു പ്രവാചകന് നൽകുന്നതാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 ദിവസം ഭാര്യമാരോട് പിണങ്ങി നിന്നിരുന്ന വിഷയത്തിൽ. അപ്പോഴാണ് ഫനസലത്ത് ആദിഹിൽ ആയ, ഈ ആയത്തിറങ്ങി, സൂറത്തു അത്തഹ്രീമിൽ ആയത്തിറങ്ങിയത്. അസാ റബ്ബുഹു ഇൻ തല്ലകകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറ എന്ന ആയത്തിറങ്ങിയത്. പ്രവാചകരെങ്ങാനും നിങ്ങളെ തലാക്ക് ചൊല്ലിയാൽ നിങ്ങളെക്കാൾ ഹൈറായ പെണ്ണുങ്ങളെ, മുസ്ലിമായ മോമിനത്തായ ഖാനിത്ത് അനുസരണയുള്ള, തൗബ ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന, നോമ്പ് നോക്കുന്ന വിധവകളെയോ അല്ലെങ്കിൽ കന്യകമാരെയോ അള്ളാഹു പകരം നൽകുന്നതാണ് എന്ന ആയത്തിറങ്ങി. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ വാക്കിനെ അതേപോലെ അള്ളാഹു എടുത്തു പറഞ്ഞുകൊണ്ട് ആയത്തിറക്കി എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, കള്ള് ഹറാമാക്കുന്ന വിഷയത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ടാണ് അള്ളാഹു ആയത്തിറക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞു പ്രവാചകരോട്, പ്രവാചകരെ കള്ളിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറയണം. ഉമർ റളിയല്ലാഹുവിന് അറിയാം കള്ള് ലഹരിയാണ്, അത് ബുദ്ധിക്ക് ബാധിക്കും, അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ട് തന്നെ കള്ള് കുടിക്കുന്നവരെ ഒന്ന് ഒതുക്കാൻ എന്തെങ്കിലും ഒരു തീരുമാനം വേണമെന്ന് പറഞ്ഞു. അപ്പം കള്ളിനെ കുറിച്ച് മുഅ്മിനീങ്ങൾ ചോദിക്കുന്നു. യസ്അലൂനക അനിൽ ഖംർ, കള്ളിനെ കുറിച്ച് അവർ ചോദിക്കുന്നു, പറയുക അതിന് ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട്, ഉപദ്രവമാണ് ഉപകാരത്തെക്കാൾ ഏറ്റവും കൂടുതലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കി. അപ്പൊ ചില സഹാബാക്കൾ പറഞ്ഞു, ആ ഉപകാരം ഉണ്ടല്ലോ, അതുകൊണ്ട് ആ ഉപകാരം നമുക്ക് എടുക്കാലോ, അപ്പൊ കള്ളു കുടിക്കുന്നതിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല. ചില സഹാബാക്കൾ എന്ത് പറഞ്ഞു, ഉപദ്രവം ഉണ്ടെന്നല്ല പറഞ്ഞല്ലോ, അതുകൊണ്ട് ഉപദ്രവമുള്ളൊരു കാര്യത്തിൽ ഉപകാരം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട എന്നിട്ട് തഖ്വ കുറച്ച് കൂടുതലുള്ള സഹാബാക്കൾ കള്ള് ഉപേക്ഷിച്ചു. കുറച്ചു പേര് ഉപകാരമുണ്ടല്ലോ, അപ്പോൾ ഉപകാരം നമുക്ക് ഉപയോഗപ്പെടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചു. വീണ്ടും ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറയണം, കള്ളിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം. അപ്പോൾ അല്ലാഹു വീണ്ടും ആയത്തിറക്കി. അതിൽ നിങ്ങൾ കള്ള് കുടിച്ചുകൊണ്ട് നിസ്കരിത്തിൽ പ്രവേശിക്കരുത്, നിങ്ങൾ കള്ള് കുടിച്ചവരായ അവസ്ഥയിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചില സഹാബാക്കൾ പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ കള്ള് കുടിക്കണ്ട എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്, അതുകൊണ്ട് നമ്മൾ കള്ള് ഒഴിവാക്കാം. മറ്റു ചില സഹാബാക്കൾ പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ അല്ലേ കുടിക്കണ്ട എന്ന് പറഞ്ഞത്, അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ നമുക്ക് കുടിക്കണ്ട, നിസ്കാരം അല്ലാത്ത സന്ദർഭങ്ങളിൽ കള്ള് കുടിക്കാം എന്ന് പറഞ്ഞു. അവർ കള്ള് കുടിക്കുകയും തുടങ്ങി. വീണ്ടും ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കള്ളിന്റെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. കള്ള് കുടിക്കുക എന്നുള്ളത് ബുദ്ധിക്ക് ബാധിക്കുന്ന കാര്യമാണ്, ലഹരി ബുദ്ധിയെ ബാധിക്കുന്നതാണ്. ഒരു തീരുമാനം, എന്താ പറയുക, തൃപ്തികരമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മൂന്നാമത്തെ ആയത്തിറങ്ങുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ,
കള്ള്, അതുപോലെ തന്നെ ചൂതാട്ടം, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ, അതുപോലെ തന്നെ പ്രശ്നം വെക്കാനുള്ള കോല് പോലുള്ള കാര്യങ്ങളൊക്കെ റിജിസാണ്, നിങ്ങളതിനെ ഉപേക്ഷിക്കണം. അല്ലാഹു പറഞ്ഞു, കള്ള് നിങ്ങളെ ശത്രുതയിലും വിദ്വേഷത്തിലുമാണ് കൊണ്ട് വീഴ്ത്തിക്കളയുക, അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും അതിൽ നിന്നും വിട്ടു നിൽക്കണം. ഫൽഹൻതും മുൻതഹൂൻ, പൂർണ്ണമായും മാറി നിൽക്കണം. അതോടുകൂടി കള്ളെന്നേക്കുമായി എല്ലാവർക്കും ഹറാമായി. ഈ ആയത്തോടു കൂടിയാണ് സുഹൃത്തു മായിദയിലെ ഈ ആയത്തോടു കൂടിയാണ് കള്ളെന്നേക്കുമായി എല്ലാവർക്കും ഹറാമാകുന്നത്. കള്ള് ഇങ്ങനെ ഹറാമാക്കാനുള്ള കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലായിരുന്നു. ഇതൊക്കെ ഉമർ റളിയല്ലാഹു തആലയുടെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ശ്രേഷ്ഠതകൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമർ ആകുമായിരുന്നു എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിച്ച, ഇമാം ഹാക്കിമും ദഹബിയും സ്വഹീഹാണെന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. അതുപോലെ തന്നെ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹസനാണ് എന്ന് വിശേഷിപ്പിച്ച, അതായത് സ്വീകാര്യമായ ഹദീസാണ് ഈ ഹദീസ്. എനിക്ക് ശേഷം ഒരു നബി വരുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ചർച്ചയുള്ള ഒരു ഹദീസും കൂടിയാണ് ഈ ഹദീസ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും ഉത്കൃഷ്ടനായ ആളാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, എനിക്ക് ശേഷം ഒരു നബി വരുന്നുണ്ടെങ്കിൽ അത് ഉമർ ആയിരിക്കുമെന്ന്. പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നബിയാകാനുള്ള യോഗ്യതകൾ ഉണ്ട് എന്നാണ്. അങ്ങനെയുള്ളത് അള്ളാഹു തിരഞ്ഞെടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അടിമകളെ അങ്ങനെയാണ് പരിശോധിക്കുക, തിരഞ്ഞെടുക്കുക. അള്ളാഹു തിരഞ്ഞെടുക്കുന്നതാണ്. അതിനുള്ള യോഗ്യതകൾ ഉള്ളത് കൊണ്ടാണ്. പല വിഷയത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹു യോജിച്ചല്ലോ അഭിപ്രായം പറയുന്ന വിഷയത്തിലൊക്കെ, അതുകൊണ്ടാണ് എന്ന്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് കാന യകൂനു ഫിൽ ഉമമി ഖബലകും മുഹദ്ദസുൻ, നിങ്ങളുടെ പൂർവികർക്ക് സംസാരിക്കുന്ന ആളുണ്ടായിരുന്നു. മുഹദ്ദസുകൾ, അതായത് സംസാരിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല കാര്യങ്ങൾ, ഹക്കായ കാര്യങ്ങൾ പറയാൻ പറ്റുമായിരുന്നു. പ്രവാചകന് ശേഷം ഓരോ സമുദായത്തിൽ വന്ന പ്രവാചകന്റെ കാലശേഷം ഹക്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഉമ്മത്തിലെങ്ങാനും ഹക്ക് സംസാരിക്കുന്ന ആൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹദ്ദസ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ മുൽഹം, ഇൽഹാം നൽകപ്പെടുന്ന ആള്, സത്യം തോന്നിപ്പിക്കുന്ന ആള്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വഖൽബി, അല്ലാഹു സുബ്ഹാനഹു വതആല സത്യത്തെ ഉമറിന്റെ നാവിലും ഉമറിന്റെ ഹൃദയത്തിലുമാക്കിയെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ശരീഅയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്, സംസാരിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അതായത് അള്ളാഹു ആണ് സത്യം. മാലകിയക ശൈത്വാനു ഖത്തു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഉമറെ, നീ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ ആ വഴിയിൽ കയറുകയില്ല, മറ്റൊരു വഴിയിലൂടെ പോകുന്നതാണ്. ശൈത്താൻ നിന്റെ പേടിയാണ് എന്നർത്ഥം. ഉമർ ഒരു വഴിയിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശൈത്താൻ ആ വഴിയിലൂടെ പ്രവേശിക്കുകയില്ല, മറ്റൊരു വഴിയിലൂടെ ശൈത്താൻ പോകുന്നതാണ് എന്ന്. അത്ര മഹത്വമുള്ളൊരു സഹാബിയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. ഇതൊക്കെ ഈ സഹാബിയുടെ പോരിശയായും മഹത്വമായും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ ആരാണ് ആ സഹാബി, സഹാബാക്കളുടെ നിലപാട് എന്താണ്, സഹാബാക്കൾ ആരാണ്? കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ഖുതുബയിലെ വിഷയം അതായിരുന്നല്ലോ, സഹാബാക്കള്, അവരുടെ ശ്രേഷ്ഠത, അവരുടെ വഴി. അപ്പോൾ ആരാണ് സഹാബാക്കൾ? ധാരാളം ആയാത്തുകളുടെയും ഹദീസുകളുടെയും സ്ഥിരപ്പെട്ട ഒരു കാര്യം സഹാബാക്കളുടെ മഹത്വം. അപ്പോൾ ഓരോ സഹാബിയുടെയും പേര് കേൾക്കുമ്പോൾ ആ മഹത്വം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. സഹാബിയെ സ്നേഹിക്കാൻ, സഹാബിയുടെ ചര്യകളെ പിൻപറ്റാൻ നമുക്ക് സാധിക്കണം. ഖൈർ, ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഹദീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നമൽ അമാലു ബിന്നിയ്യ വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ. ചില റിപ്പോർട്ടിൽ വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ, ചില റിപ്പോർട്ടിൽ വഇന്നമാ ലിഇംരിഇൻ മാ നവ. നമ്മൾ ഈ കിതാബിലുള്ളത് വഇന്നമാ ലിഇംരിഇൻ മാ നവ.
ഓരോ മനുഷ്യനും അവൻ കരുതിയതുണ്ട് എന്ന്. ഈ ഒരു വാചകമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഈ വാചകത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒന്നാമത്തേത്, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ, പ്രതിഫലം നൽകപ്പെടാനും അല്ലെങ്കിൽ കർമ്മങ്ങൾ തള്ളപ്പെടാനും ശിക്ഷക്ക് അർഹനാകാനും നീയത്തിലൂടെ കാരണമാകുന്നു എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയ്യ, തീർച്ചയായും കർമ്മങ്ങൾ നീയത്തനുസരിച്ചാണ്. നമ്മുടെ നീയത്ത് നോക്കിയിട്ടാണ് കർമ്മങ്ങൾ സ്വീകാര്യമാകുന്നത്, തള്ളപ്പെടുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത്, ശിക്ഷ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹം എപ്പോഴും എന്താകണം? നന്മയാകണം, അള്ളാഹുവിൻ്റെ തൃപ്തിയാകണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രതിഫലങ്ങൾ നേടുക എന്ന ലക്ഷ്യമാകണം. കർമ്മങ്ങൾ ചെയ്യുന്നവർ ധാരാളമുണ്ട്. പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുമുണ്ട്. ആ ലക്ഷ്യങ്ങളെ പരിഗണിച്ചാണ് ആ പ്രവർത്തനങ്ങളെ പരിഗണിക്കപ്പെടുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നിയ്യത്ത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞു, മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ആരെങ്കിലും ആജിലത്തിനെ, ആജിലത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുന്യാൽ ആജില, പെട്ടെന്ന് പോകുന്ന ദുനിയാവിനെ ആരെങ്കിലും ലക്ഷ്യം വെച്ചാൽ, ഒരാളുടെ പ്രവർത്തനങ്ങളുടെ വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ലക്ഷ്യം ഭൗതികത നേടലാണ് എങ്കിൽ, ദുനിയാവാണ് എങ്കിൽ, അള്ളാഹു പറയാണ് മൻകാന യുരീദുൽ ആജിലത, ആരെങ്കിലും ദുനിയാവാണ് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ, എങ്ങനെ? അവൻ്റെ വിശ്വാസത്തിലൂടെ, വാക്കിലൂടെ, പ്രവർത്തനത്തിലൂടെ വെറും ദുനിയാവ് മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ, അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, ദുനിയാവിൽ നാം ഉദ്ദേശിക്കുന്നവർക്ക് അതിൽ നിന്നും നാം നൽകുന്നതാണ്, ധൃതിയിൽ കൊടുക്കുന്നതാണ്. അവിടെ അള്ളാഹുവിൻ്റെ പ്രയോഗമുണ്ട്. ദുനിയാവ് ആഗ്രഹിച്ചവർക്ക് അത് മുഴുവനായും കിട്ടുന്നില്ല, ആഗ്രഹിച്ചവർക്ക് എല്ലാവും കിട്ടുന്നില്ല. അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, നാം ഉദ്ദേശിക്കുന്നതേ ദുനിയാവ് കൊടുക്കുള്ളൂ, നാം ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. ആരാണ് ഇയാള്? ഇയാളുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം ലക്ഷ്യം ദുനിയാവാണ്. ആഖിറ ചിന്തയോ പ്രതിഫലാഗ്രഹമോ ഇല്ലാത്ത ആൾ, എന്ത് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഭൗതിക നേട്ടങ്ങൾ മാത്രം ലക്ഷ്യം വെക്കുന്ന ആൾ, അയാൾക്ക് അല്ലാഹു പറയാണ് ആ ദുനിയാവിൽ നിന്ന് നാം നൽകും, അത് എല്ലാവർക്കും അല്ല, ലിമൻ നുരീദ്, നാം ഉദ്ദേശിക്കുന്നവർക്ക്. പിന്നെയോ സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറ, പിന്നെ നാളെ പരലോകത്ത് അവന് കിട്ടുന്നത് എന്താണ്? കത്തിച്ചെരിയുന്ന നരകമാണ്. സുമ്മ ജഅൽനാ ലഹു ജഹന്നം, അവന് നാം ജഹന്നമിനെ നിശ്ചയിച്ചു കൊടുക്കും. യസ്ലാഹ, അതിലവൻ വെന്തെരിയും. മദ്മൂമൻ, നിന്ദ്യനായും, മദ്ഹൂറൻ, പുറന്തള്ളപ്പെട്ടവനായും. എന്താണ് കാരണം? അവന്റെ നിയ്യത്ത് മോശമായി. നിയ്യത്ത് മോശമായത് കൊണ്ടാണ് ഈ ഒരു ശിക്ഷ അവന് കിട്ടാൻ കാരണം. എന്നാൽ നിയ്യത്ത് നന്നാക്കിയാലോ, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, ആരെങ്കിലും ആഖിറത്തെ ലക്ഷ്യം വെച്ചാൽ, അവന്റെ നിയ്യത്ത് ആഖിറമായാൽ, വസഅ ലഹാ സഅയഹാ, എന്നിട്ട് ആ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ, അതായത് ഒരാളുടെ വാക്കിന്റെയും പ്രവൃത്തിയുടെയും വിശ്വാസത്തിന്റെയും ലക്ഷ്യം ആഖിറമായി, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ലക്ഷ്യം ആഖിറമാണ് എങ്കിൽ, വസഅ ലഹാ സഅയഹാ, എന്നിട്ട് ആ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്താൽ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, തീർച്ചയായും അക്കൂട്ടരുടെ പ്രവർത്തനം മഷ്കൂറാണ്. മഷ്കൂർ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ എഴുതി മഖ്ബൂല, സ്വീകാര്യമായതാണ് എന്ന്. കർമ്മങ്ങളെല്ലാം സ്വീകരിക്കപ്പെടും. അപ്പോൾ രണ്ടുപേരെ അള്ളാഹു പറയാണ്, ഒരാളുടെ നിയ്യത്ത് എന്താണ്? മോശമായി, നിയ്യത്ത് മോശമായി, ദുനിയാവ് ചിന്തയായി, അവന്റെ വാക്കിലൂടെ പ്രവർത്തനങ്ങളിലൂടെ അവൻ ലക്ഷ്യം വെക്കുന്നത് ദുനിയാവായപ്പോൾ അവനക്ക് ശിക്ഷക്ക് കാരണമായി തീർന്നു, അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ വന്നു. രണ്ടാമത്തെ ആളാരാണ്? അവന്റെ ലക്ഷ്യം ആഖിറമാണ്, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളാണ്. അവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിശ്വാസം കൊണ്ടും ലക്ഷ്യം വെക്കുന്നത് ആഖിറത്തിലുള്ള വിജയമാണ്. അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു അവന്റെ പ്രവർത്തനങ്ങൾ സ്വീകാര്യമാണ്, അവൻ പ്രതിഫലത്തിന് അർഹനാണ് എന്ന്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, മൻകാന യുരീദുൽ ഹയാത്തദ് ദുനിയ,
ആരെങ്കിലും ഭൗതിക ജീവിതത്തെയാണ് അവന്റെ വാക്കുകൊണ്ടും വിശ്വാസം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അവൻ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ വസീനതഹ, ഭൗതിക ജീവിതത്തിന്റെ പളവളപ്പിനെ, ഭംഗിയെ, ആസാദന കാര്യങ്ങളെ ആണവൻ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹ, ആ ദുനിയാവിൽ അവരുടെ പ്രവർത്തനങ്ങൾ നാം പൂർത്തിയാക്കി നൽകുന്നതാണ്. ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്യം വെച്ചാൽ ആ ദുനിയാവിയായ കാര്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. വലിയ ദുനിയാവിൽ വലിയ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആൾക്ക് ചിലപ്പോൾ ദുനിയാവിൽ വലിയ നേട്ടങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ, സാമ്പത്തികാവസ്ഥ അഭിവൃദ്ധിയിലാകുക ഒക്കെ അള്ളാഹു കൊടുത്തേക്കാം. നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹ വഹും ഫീഹ ലാ യുബ്ഖസൂൻ. ദുനിയാവിൽ അവൻ ലക്ഷ്യം വെച്ചെടുത്ത് അവൻക്കൊരു നഷ്ടം ഉണ്ടാവില്ല. ഒരാൾ ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അവൻ്റെ ഭൗതിക നേട്ടം അവന് കിട്ടും. ഒരാൾ ദുനിയാവിൽ വലിയൊരാളാകണമെന്ന് ആഗ്രഹിച്ചതിനുവേണ്ടി പ്രവർത്തനം നടത്തിയാൽ അത് മുഅ്മിനായാലും കാഫിറായാലും ദുനിയാവിൽ അയാൾ ആ ലക്ഷ്യം നേടിയെന്ന് വരാം. ഒരാൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് പ്രവർത്തിച്ചാൽ അയാൾ ആകാം. ഒരു പ്രസിഡന്റ് ആകണം, അല്ലെങ്കിൽ വലിയ സമ്പന്നനാകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് പ്രവർത്തിച്ചാൽ അയാൾക്ക് ദുനിയാവ് കിട്ടിയേക്കാം. അയാൾ ദുനിയാവ് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ നാം അത് പൂർത്തിയാക്കി കൊടുക്കും. എന്നാൽ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, വെറും ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് നാളെ പരലോകത്ത് നരകം മാത്രമാണുള്ളത്. വഹബിത മാ സനഉ ഫിഹാ വബാതിലു മാ കാനൂ യഅമലൂൻ. ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയതെല്ലാം എന്തായി മാറും? ബാത്തിലായി മാറും. എല്ലാം പൊളിഞ്ഞു പോകും, ഒന്നും ഉണ്ടാവില്ല. കുറേ പ്രവർത്തിച്ചിട്ടുണ്ടാകും, ആ പ്രവർത്തിച്ചതെല്ലാം ദുനിയാവിയായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, എല്ലാം ഇവിടെ തീർന്നു പോകും, എല്ലാം ബാത്തിലായിട്ട് പോകും. ആഖിറത്തിൽ നരകം മാത്രമായിരിക്കും. കാരണം ആഖിറത്തിന് വേണ്ടി അവൻ വിശ്വസിച്ചിട്ടില്ല, ആഖിറത്തിന് വേണ്ടി അവൻ പ്രവർത്തിച്ചിട്ടില്ല, അപ്പോഴൊന്നും ആഖിറത്തെ കിട്ടൂല. അപ്പോൾ നമ്മുടെ നിയ്യത്ത് അനുസരിച്ചാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക. ആഖിറമാണ് ഒരാളെ ചിന്തയെങ്കിൽ, പ്രതിഫലമാണ് ഒരാളെ ആഗ്രഹമെങ്കിൽ അതനുസരിച്ചായിരിക്കും അവൻ്റെ പ്രവർത്തനം സ്വീകരിക്കപ്പെടുക, പരിഗണിക്കപ്പെടുക. എന്നാൽ അതല്ല എങ്കിൽ അവൻ നിയ്യത്ത് മോശമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല, അവൻ ശിക്ഷക്ക് അർഹരായി തീരുകയും ചെയ്തേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബ പൊളിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വരും. ഖിയാമത്ത് നാളിന്റെ ഭാഗമായി കഅബ പൊളിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വരും. അവർ കഅബയോട് എത്തുമ്പോൾ, അതായത് മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഒരു വിശാലമായ മരുഭൂമിയിൽ എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഭൂമി പിളർത്തി അവരെ നശിപ്പിച്ച് കളയും. അതിലുള്ള ആദ്യത്താളെയും അവസാനത്താളെയും എല്ലാവരെയും നശിപ്പിച്ച് കളയും, ഭൂമിയിൽ ആഴ്ത്തിക്കളയും. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, പ്രവാചകരെ, അതെങ്ങനെയാണ് അതിലുള്ള എല്ലാവരെയും ആഴ്ത്തിക്കളയുക? അതിൽ ആ നാട്ടിൽ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വേണ്ടി വന്ന കച്ചവടക്കാരുണ്ടാവൂലേ, കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നവരുണ്ടാവും, അത് വാങ്ങാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ കഅബ പൊളിക്കണമെന്ന് ലക്ഷ്യം വെക്കാതെ ആ മാർക്കറ്റിൽ ആ സ്ഥലത്തേക്ക് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വന്ന ആൾക്കാരുണ്ടാവൂലേ, അവരെല്ലാം ഉണ്ടായിരിക്കെ എല്ലാവരെയും എങ്ങനെയാണ് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ, അവരെ എല്ലാവരെയും, ആദ്യത്തെയും അവസാനത്തെയും ആളെയെല്ലാം ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതാണ്. പിന്നെയോ നാളെ പരലോകത്ത് അവരുടെ നിയ്യത്തനുസരിച്ച് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് എന്ന്. അപ്പൊ കഅബ പൊളിക്കണമെന്ന ഉദ്ദേശത്തിൽ വന്നവനാണെങ്കിൽ, അവന്റെ നിയ്യത്ത് കഅബ പൊളിക്കലാണെങ്കിൽ അവിടെ ആ നിയ്യത്തിലാണ് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതല്ല മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വന്നതാണെങ്കിൽ ആ രീതിയിലായിരിക്കും അവനോട് പെരുമാറപ്പെടുക എന്ന്. അപ്പൊ നിയ്യത്തിനെ പരിഗണിച്ചാണ്. ശിക്ഷ എല്ലാവർക്കും ബാധകമാകുന്നു. പരലോകത്ത് നിയ്യത്തനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആൾക്കാരെ വേർതിരിക്കുകയും ചെയ്യുന്നു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിൽ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു സഹാബാക്കളോട്, മദീനയിൽ ചില ആളുകളുണ്ട്, അവർ നിങ്ങൾ സഞ്ചരിച്ച ഇത്ര വിദൂരമായ യാത്രയൊന്നും അവർ സഞ്ചരിച്ചിട്ടില്ല. നിങ്ങൾ മുറിച്ചു കടന്ന വാദികൾ, തെരുവുകളൊന്നും അവർ മുറിച്ചു കടന്നിട്ടില്ല. എന്നാൽ പ്രതിഫലത്തിൽ അവർ നിങ്ങളോടൊപ്പമാണ്. അവരെ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തടഞ്ഞത് രോഗമാണെന്ന്, മറലാണ്. ചിലപ്പോഴുള്ളത് ഉദറാണ്, കാരണമുണ്ട്. അവർക്ക് വരാൻ ആഗ്രഹമുണ്ട്, നീയത്തുണ്ട്, പക്ഷെ രോഗം കാരണത്താൽ വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിഫലത്തിൽ നിങ്ങൾ ചെയ്ത അതേ പ്രതിഫലം വരാത്ത അവർക്കുണ്ട്. തബൂക്ക് യുദ്ധത്തിൽ വെയിൽ കൊണ്ട് ഒരുപാട് യാത്ര ചെയ്ത് പങ്കെടുത്ത സഹാബാക്കളോടാണ് റസൂൽ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീയത്ത് നല്ലതായതുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലത്തിൽ അവരും പങ്കാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീയത്ത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്?
തീരുമാനിക്കുന്നത് എന്നർത്ഥം. ഇവർ പങ്കെടുത്തിട്ടില്ല, പക്ഷെ പ്രതിഫലം ഉണ്ട്. എന്തുകൊണ്ട്? പങ്കെടുക്കണമെന്നുള്ള നിയ്യത്തുള്ളത് കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് മുസ്ലിമായ രണ്ടുപേർ അവരുടെ വാൾ കൊണ്ട് യുദ്ധം ചെയ്യും, പോരാടും. അങ്ങനെ ഒരാൾ മറ്റേയാളെ കൊല്ലും. റസൂൽ പറഞ്ഞു, അൽ ഖാതിൽ വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ, കൊന്ന ആളൊക്കെ, ബാലുൽ മഖ്തൂൽ, കൊല്ലപ്പെട്ട ആൾ എങ്ങനെയാ നരകത്തിൽ പോവുക? കൊല്ലപ്പെട്ട ആള് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, കൊന്ന ആളല്ലേ തെറ്റ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കൊല്ലപ്പെട്ട ആൾ കൊന്ന ആളെ കൊല്ലാൻ നിയ്യത്തുള്ള ആളായിരുന്നു. ഫൈനഹു ഹരീസുൻ അലാ ഖത്ലി സാഹിബിഹി, ആ കൊല്ലപ്പെട്ട ആൾക്ക് തൻ്റെ സഹോദരനെ കൊല്ലാൻ നിയ്യത്തുണ്ടായിരുന്നു എന്നാണ്. ആ നിയ്യത്ത് കാരണത്താൽ രണ്ടുപേരും നരകത്തിൽ, ഒരാൾ കൊന്നവൻ, മറ്റേ കൊല്ലപ്പെട്ടവർ, രണ്ടുപേരും നിയ്യത്ത് കാരണത്താൽ, മോശം നിയ്യത്ത് കാരണത്താൽ നരകത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ നിയ്യത്ത് ഭയങ്കര വിഷയമാണ്. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക, നമുക്ക് പ്രതിഫലം കിട്ടുക നമ്മുടെ നിയ്യത്ത് നോക്കിയിട്ടാണ്. ബാഹ്യമായ കർമ്മങ്ങൾ നോക്കിയിട്ട് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വല ഇലാ അജ്സാമിക്കും വലകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അമാലിക്കും. അള്ളാഹു നിങ്ങളുടെ കോലത്തിലേക്കോ രൂപത്തിലേക്കോ ശരീരത്തിലേക്കോ അല്ല നോക്കുക, നിങ്ങളുടെ ഹൃദയത്തിലേക്കും കർമ്മത്തിലേക്കാണ് അള്ളാഹ് നോക്കുക. നമ്മുടെ നിയ്യത്ത് ശരിയായാൽ അതിന് പ്രതിഫലം കിട്ടും. ഞാൻ കുറേ ചെയ്തു, ചിലക്കറി ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, കുറേ പ്രവർത്തനങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ല. ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ നിയ്യത്ത് സഹിയാകണം. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞു തന്നിട്ടാണ് ആ ഹദീസിനെ വിശദീകരിച്ചത്. ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ഹിജ്റ എന്നുള്ളത് ഏറെ പുണ്യമുള്ള ഒരു ഇബാദത്താണ്. ഷിർക്ക് ചെയ്യുന്ന കുഫറുള്ള നാട്ടിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരാൾക്ക് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പോകാനുള്ള അനുവാദമാണ് ഹിജ്റ. ഒരാൾക്കൊരു നാട്ടിൽ അയാളുടെ ദീൻ അനുസരിച്ച്, തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് എന്ത് ചെയ്യാം? മറ്റൊരു നാട്ടിലേക്ക്, സൗകര്യമുള്ള മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യാം. ചിലപ്പോൾ നിർബന്ധമായി ഉണ്ടാകുന്ന അവസ്ഥയും ഉണ്ടാകാം. ഹിജ്റ ഇബാദത്താണ്. ആ ഹിജ്റ അള്ളാഹുവിലേക്കും അള്ളാന്റെ റസൂലിലേക്കുമാണ് എങ്കിൽ അവന്റെ നിയ്യത്ത് ശരിയാണ്. അപ്പോൾ നിയ്യത്ത് ശരിയായപ്പോൾ അമല് ശരിയായി. നിയ്യത്ത് സഹിയാകുമ്പോൾ അമല് സഹിയാകുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയ യുസീബുഹാ ഔ ഇംറഅത്തിൻ യതസവ്വജുഹാ. ഇനി ഒരാൾ ഹിജ്റ ചെയ്യുന്നത് ഭൗതിക എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ, അല്ലെങ്കിൽ പെണ്ണിനെ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് എങ്കിൽ, അവന്റെ ഹിജ്റ അവൻ ഏതൊന്നിലേക്കാണോ ഹിജ്റ പോയത് അതിലേക്കാണ്. നിയ്യത്ത് മോശമായപ്പോൾ അമലും മോശമായി. അപ്പം നിയ്യത്ത് ശരിയാക്കിയാൽ മാത്രമേ നമ്മുടെ അമലുകൾ സ്വഹിയാകുകയുള്ളൂ. ഇത് ഒന്നാമത്തെ കാര്യം. ഇന്നമൽ അമാലു ബിന്നിയ്യ, കർമ്മങ്ങൾ നിയ്യത്തനുസരിച്ചാണ് പരിഗണിക്കപ്പെടുക, പ്രതിഫലങ്ങൾ നൽകപ്പെടുക, സ്വീകരിക്കപ്പെടുക. അതെല്ലാം നമ്മുടെ നിയ്യത്തനുസരിച്ചാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാ വ്യക്തിക്കും താൻ കരുതിയതുണ്ട് എന്നുള്ളത്. ഓരോ വ്യക്തിക്കും താൻ കരുതിയതുണ്ട്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്താണോ കരുതുന്നത് അതാണ് നമുക്ക് കിട്ടുക. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇഖ്ലാസാണ്. നിയ്യത്ത് എന്ന അമലിലൂടെ രണ്ട് ഫായിദകൾ നമുക്ക് കിട്ടുന്നു. ഒന്നാമത്തേത് തുമയ്യിസു അൽ മഅമൂല ബിഹി, നിയ്യത്ത് നമ്മൾ ആർക്ക് വേണ്ടിയാണോ അമൽ ചെയ്യുന്നത് അയാളെ വ്യക്തമാക്കി തരുന്നു. നമ്മളൊരു പ്രവർത്തനം പ്രവർത്തിക്കുകയാണ്, ആ പ്രവർത്തനത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിനാണ് എങ്കിൽ ആ ഇബാദത്ത് സാലിഹായ അമലായി, അവൻ മുവഹിദായി, അവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടും. അതല്ല അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഒരാൾ അമൽ ചെയ്യുന്നത് എങ്കിൽ അവൻ്റെ കർമ്മം ബാത്തിലായി, അവൻ ചിലപ്പോൾ ഷിർക്കാണ് ചെയ്തതെങ്കിൽ മുശ്രിക്കായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടാകണം എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഏതൊരു പ്രവർത്തനത്തിലും ഇഖ്ലാസ് നിർബന്ധമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഹൃദയത്തിൻ്റെ
പ്രവർത്തനങ്ങളെ അളക്കാനുള്ള മീസാനാണ് ഈ ഹദീസ് എന്ന്. ഇഖ്ലാസിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം. നമ്മൾ എന്തൊരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ആർക്കേ ആകാൻ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രമേ ആകാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ഒരാൾ അറവ് നടത്തി, നേർച്ചയാക്കി. ആ നേർച്ച, ആ അറവ് അള്ളാഹുവിന് വേണ്ടിയാണ് എങ്കിൽ അയാൾ മുവഹിദാണ്, മുഅ്മിനാണ്. വേറൊരാള് നേർച്ചയാക്കി അറവ് നടത്തി, ആ നേർച്ചയും അറവും അതൊരു ഖബറിന് വേണ്ടിയാക്കിയാൽ, അല്ലെങ്കിൽ ഒരു മയ്യത്തിന് വേണ്ടിയാക്കിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഖിനോ തങ്ങൾക്കോ മറ്റാർക്കെങ്കിലും വേണ്ടിയാക്കിയാൽ അയാൾ മുശ്രിക്കാണ്, കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണ്. രണ്ടുപേരും ചെയ്ത അമലൊന്നാണ്. മുവഹിദായ ആൾ ചെയ്ത അമലും നേർച്ചയാക്കി അറവ് നടത്തി, മുശ്രിക്കാള ചെയ്ത അമലും നേർച്ചയാക്കലും അറവ് നടത്തലുമാണ്. ഒരാളെ മുവഹിദും മറ്റേയാളെ മുശ്രിക്കുമാക്കിയത് എന്താണ്? അയാൾ നിയ്യത്താണ്. ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കിയപ്പോൾ അയാൾ മുവഹിദായി, മറ്റൊരാൾ അള്ളാഹുവോടൊപ്പം മറ്റൊരാളെയും കൂടെ കരുതിയപ്പോൾ അയാൾ മുശ്രിക്കായി മാറി. ഇതിലൂടെ ഇഖ്ലാസിന്റെ പ്രാധാന്യമാണ്. എന്തേത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നാം ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി എന്നതാണ്. അതാവണം നമ്മുടെ നിയ്യത്ത്. ഇഖ്ലാസിന് കോട്ടം വരുത്തുന്ന 4 പ്രവർത്തനങ്ങൾ നമ്മുടെ കർമ്മങ്ങളിൽ കടന്നു വരാൻ പാടില്ല. ഒന്ന്, ശിർക്ക്. അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് ചെയ്യുന്ന ആളാണ് ഒരാൾ എങ്കിൽ അയാളുടെ കർമ്മങ്ങൾ ബാത്തിലാണ്. അയാൾ മുഖ്ലിസ് അല്ല, മുശ്രിക്കാണ്. ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളാണ്, പോലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ആളാണ് എങ്കിൽ അയാളുടെ ഇഖ്ലാസിന് ബാധിച്ചു, ഇഖ്ലാസിന് സ്ക്രാച്ച് വന്നു, അയാൾ മുശ്രിക്ക് എന്ന ദർജയിലേക്ക് പിന്തള്ളപ്പെട്ടു. രണ്ടാമത്തെ കാര്യം റിയാ ആണ്. ഒരാൾ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, എന്നാൽ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, മറ്റുള്ളവർ കാണാൻ വേണ്ടി പ്രവർത്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്നു, അപ്പോൾ വേറൊരാൾ കയറി വരുന്നു, അയാളെ കാണിക്കാൻ വേണ്ടി നിസ്കാരം നന്നാക്കുന്നു. അതാണ് റിയാ. റസൂലുള്ളാഹി ദജ്ജാലിനേക്കാൾ പേടിച്ച വിഷയമാണത്. മസീഹു ദജ്ജാലിനേക്കാൾ എനിക്ക് പേടി നിങ്ങളിൽ റിയാ വരുന്നതിനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ റിയാ വന്നു കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തനത്തിൽ സ്ക്രാച്ച് വന്നു, ഇഖ്ലാസിനെതിരായി അത്, അവൻ മുറായിയാണ്, അവന്റെ കർമ്മം സ്വീകരിക്കപ്പെടുകയില്ല. അള്ളാഹു പറഞ്ഞു, ആരെങ്കിലും ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറഞ്ഞതായിട്ട് പറയാൻ, ആരെങ്കിലും ഒരു അമൽ ചെയ്യുകയും എനിക്ക് വേണ്ടി ചെയ്ത അമലിൽ വേറൊരാളെ പങ്കാക്കുകയും ചെയ്താൽ അവനെയും അവന്റെ പങ്കാക്കലിനെയും ഞാൻ ഒഴിവാക്കുന്നതാണ് എന്ന്. ഞാൻ പങ്കാളികളിൽ നിന്നും ധന്യനാണ്. അന അഗ്ന ശുറക്കായി അന ശിർക്ക്. ഞാൻ പങ്കാളികളുടെ പങ്കാളിത്തത്തിൽ നിന്നും ധന്യനാണ്, എനിക്കൊരു പങ്കാളി വേണ്ടതില്ല. ആരെങ്കിലും അമൽ ചെയ്യുമ്പോൾ എന്നോടൊപ്പം മറ്റെന്തിനെങ്കിലും പങ്കാക്കിയാൽ ആ പ്രവർത്തനത്തെയും അവന്റെ പങ്കാളിത്തത്തെയും ഞാൻ ഒഴിവാക്കുന്നതാണ്. തറക്തുഹു വശിർക്ക, അവനെയും അവന്റെ ശിർക്കിനെയും ഞാൻ ഉപേക്ഷിക്കുന്നതാണ് എന്ന്. മാത്രമല്ല, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഒരു മലക്ക് വിളിച്ചു പറയും, ആരെങ്കിലും അള്ളാഹ്ക്ക് ചെയ്ത അമലിൽ വേറെ ആരെയെങ്കിലും പങ്കാക്കിയിട്ടുണ്ട് എങ്കിൽ ആരെയാണോ പങ്കാക്കിയത് അയാളെടുത്ത് പോയിട്ട് പ്രതിഫലം വാങ്ങട്ടെ. അള്ളാഹ് പ്രതിഫലം തരൂല. വേറൊരാൾ കാണാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹ്ക്ക് വേണ്ടിയാവും. ഇബ്തിഗാ വജ്ഹില്ല, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാകണം നാം ഓരോ പ്രവർത്തനവും ചെയ്യേണ്ടത്. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ 2 കാര്യങ്ങൾ നിബന്ധനയാണ്. അതിലൊന്ന് ഇഖ്ലാസാണ്. മുവഹിദിന്റെ കർമ്മങ്ങളെ അള്ളാഹ് സ്വീകരിക്കൂ. മുവഹിദ് അല്ലാത്ത ഒരാളുടെ കർമ്മം അള്ളാഹു സ്വീകരിക്കുകയില്ല. ഒരാൾ ശിർക്ക് ചെയ്യുന്ന ആളാണ് എങ്കിൽ അയാൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും ആ സൽക്കർമ്മങ്ങൾ ഒന്നും സ്വീകരിക്കുകയില്ല, എല്ലാം ബാത്തിലാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു വഹി നൽകിയിട്ടുണ്ട്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. കർമ്മങ്ങളെല്ലാം ബാത്തിലായി പോകും. അത് ഇഖ്ലാസിനെ ബാധിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം സുംഅത്താണ്. സുംഅത്ത്, ഒരാൾ അമൽ ചെയ്യുന്നത് നാട്ടുകാര് അയാളെ കുറിച്ചിട്ട് നല്ലത് പറയുന്നത് അയാൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ വലിയ അമൽ ചെയ്യുന്ന ആളാണ്, ഭയങ്കര ദാനം
സച്ഛീലനാണ്, അയാൾ വലിയ ഹജ്ജൊക്കെ ചെയ്ത ആളാണ്, അയാൾ ഖുറാനൊക്കെ ഓതുന്ന ആളാണ്, വലിയ ദാവത്തൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ആൾക്കാരിങ്ങനെ പറയണം. അത് കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്യുക, സുംഅത്ത് എന്നതിനെ പറയുക. അതും ഇഖ്ലാസിനെതിരാണ്. ആ കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല. അവൻ പ്രതിഫലം കിട്ടേണ്ട പ്രവർത്തനത്തിലൂടെ ശിക്ഷക്ക് അർഹനായി തീരും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, മറ്റുള്ളവർ നമ്മെ പുകഴ്ത്തി പറയുന്നതിൽ ഇഷ്ടപ്പെടുന്ന ആള്. ചിലര് ചെയ്യാത്ത പ്രവർത്തനങ്ങളിൽ പുകഴ്ത്തി പറയാൻ ആഗ്രഹിക്കും. അവർ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നാട്ടുകാരിങ്ങനെ പുകഴ്ത്തി പറയുന്നത് ഇങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആള്. ചില ആൾക്കാർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യും, ആ കർമ്മങ്ങൾ ചെയ്യുന്ന ലക്ഷ്യം വെക്കുന്നത് നാട്ടുകാരെ എന്നെ പൊറിച്ചിട്ട് പൊക്കി പറയണം, ഞാൻ ഭയങ്കര ഇടപെടുന്ന ആളാണ്. ചില സാമൂഹിക പ്രവർത്തകരൊക്കെ ഈ ഗണത്തിൽ പെട്ടുപോകുന്ന ആളാണ്. കുറേ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യും, ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കും, കിണർ വെച്ച് കൊടുക്കും, ഒരുപാട് ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കും. എന്തിനാണ് ഇതൊക്കെ? സ്റ്റേജ് മുഖത്ത് ആൾക്കാർ പറയണം, ഇയാൾ ആരാന്നറിയോ, ഇത്ര വീട് വെച്ച ആളാണ്, ഇത്ര കിണർ കൊടുത്ത ആളാണ്, ഇത്ര ഫുഡ് കൊടുത്ത ആളാണെന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഇയാൾ കസലിൻ്റെ ബേക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ അഭിമാനം കൊള്ളണം. അതൊക്കെ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന കുറേ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒക്കെ ബാത്തിലാണ്, ഒരു കാര്യമില്ല. അത് കിട്ടും. റസൂൽ പറഞ്ഞ ആരെങ്കിലും സുമ്മത്ത് ആഗ്രഹിച്ചാൽ നമുക്ക് സുമ്മത്ത് കിട്ടും, അതിൽ തടസ്സമൊന്നുണ്ടല്ലോ. അത് അള്ളാഹ് പറഞ്ഞല്ലേ, മങ്കാന യുരീദുൽ ഹയാത്ത ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. അത് ആഗ്രഹിച്ചത് കിട്ടും, പക്ഷെ ആ കർമ്മങ്ങൾ ബാത്തിലാണ്, ഒരു കാര്യമില്ല. നാലാമത്തെ കാര്യം ഉജുബുൻ നഫ്സാണ്, സ്വയം അഭിമാനം കൊള്ളുക. ഞാൻ ഭയങ്കര സംഭവമാണ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്, ആരും കാണുന്നില്ല, അയാൾ ഒറ്റയ്ക്ക് ചെയ്തതാണ്. രാത്രി പാതിരൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളായിരിക്കും, ആരും കാണാതെ ഖുർആൻ ഓതുന്ന ആളായിരിക്കും, തിങ്കളും വ്യാഴക്ക് നോമ്പ് നോക്കുന്നത് ആരും അറിയാതെ നോമ്പ് നോക്കുന്ന ആളായിരിക്കും. പക്ഷെ അയാൾ സ്വന്തം അയാൾ പറയാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ എന്തെല്ലാം ഇബാദത്ത് ചെയ്യുന്ന ആളാ നോക്കിയേ, ഞാൻ നോമ്പ് നോക്കുന്ന ആളാണ്, ഞാൻ നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ ഖുർആൻ ഓതുന്ന ആളാണ്, ഹമ്പട ഞാനേ അല്ലേ, ഞാൻ ഭയങ്കര സംഭവമാണ്. ഉജുബുൻ നഫ്സ്, അതും നമ്മുടെ കർമ്മങ്ങളെ ബാത്തിലാക്കി കളയും. ഇഖ്ലാസിനെതിരാകുന്ന 4 കാര്യങ്ങളാണ് ഇതൊക്കെ: ഷിർക്ക്, റിയാ, സുംഅത്ത്, ഉജുബുൻ നഫ്സ്. ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഏത് സൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ നിയത്ത് എന്തേ ആകാൻ പാടുള്ളൂ? അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച്. അതും സൽക്കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതേ സൽക്കർമ്മങ്ങളാകൂ. രണ്ടാമത്തെ ഷർത്ത് അതാണ്. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ രണ്ടാമത്തെ ഷർത്ത് റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യണം. ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ആ പ്രവർത്തനം ആര് പഠിപ്പിച്ചതാകണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രവർത്തനങ്ങളാകണം. ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അള്ളാന്റെ വജ്ഹേ ഉദ്ദേശിക്കാൻ പാടുള്ളൂ. ഇഖ്ലാസ്. ഇന്നമൽ അഅമാലു ബിന്നിയ്യ വ ഇന്നമാ ലിഇംരിഇൻ മാ നവ. ലാസ്റ്റ് മൂന്നാമത്തെ കാര്യം, നിയ്യത്തിലൂടെ ഉണ്ടാകുന്നത് ഒരാളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇബാദത്തേത് ഇബാദത്തല്ലാത്തതേത് എന്ന് വേർതിരിക്കുന്നത് നിയ്യത്താണ്. അതേപോലെ തന്നെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്ന ഒരാളുടെ ഇബാദത്തുകളെ വേർതിരിച്ചു കൊടുക്കുന്നതും നിയ്യത്താണ്. ഉദാഹരണത്തിന്, ഒരാള് പകല് മുഴുവൻ ഉറങ്ങി, സുബഹിക്ക് മുമ്പ് ഉറങ്ങിയതാണ് അയാൾ. എഴുന്നേറ്റത് മഗ്രിബിന് ശേഷമാണ്, പകലൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. വേറൊരാള് തഹജ്ജുദിന് എഴുന്നേറ്റു, അത്തായം കഴിച്ചു, നോമ്പ് നോക്കണമെന്ന് നിയത്ത് വെച്ചു, പകല് ഫുഡ് കഴിക്കാതെ മഗ്രിബ് വരെ കഴിഞ്ഞുകൂടി. രണ്ടുപേരും പകല് ഫുഡ് കഴിച്ചിട്ടില്ല. ഒരാൾ ഉറങ്ങിപ്പോയതാണ്, മഗ്രിബിന് ശേഷമാണ് എഴുന്നേറ്റത്. അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണത്താൽ അയാൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. രാവിലെ മുതൽ രാത്രി വരെ തിരക്കായി ഫുഡ് കഴിക്കാനൊന്നും പറ്റിയില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഫുൾ നോമ്പുകാരനെ പോലെ. ഒന്നാമത്തെ ആളുടെ പ്രവർത്തനം ഇബാദത്തല്ല, കൂലിയില്ല, കാരണം നീയത്തില്ല. രണ്ടാമത്തെ ആളുടെ പ്രവർത്തനം ഇബാദത്താണ്, കൂലിയുണ്ട്, കാരണം നീയത്തുണ്ട്. രണ്ടുപേരും ചെയ്ത പ്രവർത്തനം ഒന്ന്, രണ്ടുപേരുടെയും അമൽ രണ്ട്. ഒന്ന് നീയത്തുള്ളത് കൊണ്ട് ഇബാദത്തും കൂലിയുള്ളതുമായി, മറ്റേ നീയത്തില്ലാത്തത് കൊണ്ട് കൂലിയില്ല, അത് ഇബാദത്തുമല്ല. ഒരാള് ബാത്റൂമിൽ പോയി കുളിച്ചു വന്നു, ഭയങ്കര ചൂട് കാരണത്താൽ കുളിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ അയാൾ ഓർത്തു, ഞാൻ ജനാപത്തുകാരനായിരുന്നല്ലോ, ഞാൻ കുളിച്ചിട്ടില്ലല്ലോ. കുളിച്ചല്ലോ, ഈ കുളി എന്താകാം? ജനാപത്ത് കുളിയാക്കാം. ശരിയാവോ? ഇല്ല, കാരണം ഇയാള് നീയത്ത് വെച്ചിട്ടില്ല. അമല് നീയത്തില്ലാണ്ട് സ്വീകരിക്കപ്പെടുകയില്ല. ഇന്നമൽ അഅമാലു ബിന്നിയ്യ. ഇയാൾ കുളിച്ചത് എന്തിനാണ്? തണുപ്പുള്ളനാണ്. ജനാപത്തിന്റെ കുളിയല്ല കുളിച്ചത്. കുളിച്ചതിന് ശേഷമാണ് അയാൾ ഓർത്തത് ഞാൻ ജനാപത്തുകാരനാണെന്നുള്ള കാര്യം. അപ്പൊ ആ കുളിയെ ജനാപത്ത് കുളിയാക്കാൻ പറ്റുകയില്ല. ആദ്യത്തെ കുളി ആദത്താണ്, രണ്ടാമത്തെ കുളി ഇബാദത്താണ്. ഇബാദത്തിന് നിയ്യത്ത് വേണം.
വെറുതെ കുളിക്കാൻ നിയത്ത് വേണ്ട. അപ്പൊ നിയത്തുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രവർത്തനം ഇബാദത്താവുകയുള്ളൂ, കൂലി കിട്ടുന്നതാകുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അജ്റ ലിമൻ ലാ നിയത ലഹ്, നിയത്തില്ലാത്തവന് കൂലിയില്ല. നിയത്തുണ്ടെങ്കിൽ മാത്രമേ അത് ഇബാദത്തെ പരിഗണിക്കുള്ളൂ, അതിന് കൂലി കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ ധാരാളം പ്രവർത്തനങ്ങളിൽ ഓരോ പ്രവർത്തനത്തെയും വേർതിരിച്ചു തരുന്നത് നിയ്യത്താണ്. ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു, 4 പേര് 2 റക്അത്ത് നിസ്കരിക്കുന്നു. 4 പേര് നിസ്കരിക്കുന്ന നിസ്കാരം എത്രയാണ്? 2 റക്അത്താണ്. കഴിഞ്ഞ 2 റക്അത്താണ്. എന്നാൽ 4 പേരുടെയും ഇബാദത്ത് 4ആണ്. ഒരാൾ ഇശാക്ക് മുമ്പുള്ള സുന്നത്താകാം, മറ്റേയാൾ ഇശാ നിസ്കാരാകാം, യാത്രക്കാരനായതുകൊണ്ട് കസറാക്കിയതാകാം, മറ്റേയാൾ പള്ളിയിൽ കയറിയത് കൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചതാകാം, മൂന്നാമത്തെ ആള് വുളു എടുത്തതിന്റെ പേരിൽ തഹിയ്യത്തുൽ വുളു ആകാം, അല്ലെങ്കിൽ വെറുതെ നിസ്കരിച്ചതാകാം. 4 പേരും പ്രവർത്തിച്ച പ്രവർത്തനം ഒന്ന്, പക്ഷെ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ 4 നിസ്കാരമാക്കിയത് എന്താണ്? നിയ്യത്താണ്. ഓരോരുത്തരും അവൻ വെച്ച നിയ്യത്തനുസരിച്ചിട്ടാണ് അത് പ്രതിഫലം കിട്ടുക, അത് ഇബാദത്തായി മാറുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഇതിലൂടെ നിയ്യത്തിന്റെ പ്രാധാന്യമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നിയ്യത്തില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ വെറുതെ യാന്ത്രികമായി ഒന്നും ചെയ്യാൻ പാടില്ല. ബോധത്തോടു കൂടി കൂലി കിട്ടണം, ഇത് ഇബാദത്താണെന്ന ചിന്തയിൽ ചെയ്യണം, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അപ്പോഴാണ് മുഅ്മിൻ യഥാർത്ഥ വിശ്വാസിയാകുക. മുഅ്മിൻ അങ്ങനെയാണ്, ചിന്തയോടുകൂടി, ബോധത്തോടു കൂടി, ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളാണ്. യാന്ത്രികമായി അങ്ങ് ചെയ്തു പോവുക, ഒരു നിയ്യത്തുമില്ല, കൂലി കിട്ടുന്ന ആഗ്രഹമില്ല, ഇത് ഇബാദത്താണെന്നുള്ള ബോധമില്ല, അങ്ങനെ ഒരിക്കലും നമ്മളാകാൻ പാടില്ല. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ബാത്തിലായി പോകും, നിഷ്ഫലമായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നാം ഈ കേട്ട ഹദീസ് അനുസരിച്ചിട്ട് അമൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ നമുക്ക് അല്ലാഹു നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.